ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു മെഴുകുതിരി കഷ്ണം തൻ്റെ കയ്യിലിരിക്കെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന ആ മനുഷ്യനോട് ആ മെഴുകുതിരി ചോദിച്ചു, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, വെയിറ്റ് ആൻഡ് സീ, ഒന്ന് കാത്തിരിക്കൂ, ഞാൻ നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല, നിനക്ക് കാണാം. വീണ്ടും സ്റ്റെപ്പുകൾ കയറി, കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് അവിടെ എത്തിയപ്പോൾ വലിയൊരു വിളക്ക് അവിടെ ഇരിക്കുന്നു. ആ വലിയ വിളക്കിലേക്ക് ഈ ചെറിയ തിരി അങ്ങോട്ട് കാണിച്ചതേയുള്ളൂ. ആ വലിയ വിളക്ക് പ്രകാശിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ആ കൊച്ചു തിരിയോട് പറഞ്ഞു, നിന്നിലുള്ള വെളിച്ചം പകർന്നപ്പോൾ ഈ വലിയ വെളിച്ചം പ്രകാശിതമായത് കണ്ടോ? ഇത് ലൈറ്റ് ഹൗസാണ്. അനേകം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കപ്പലുകൾക്ക് യഥാർത്ഥമായ വെളിച്ചം കൊടുക്കുവാൻ സാധിക്കുന്ന ലൈറ്റ് ഹൗസാണിത്. നീ ഒരു ചെറിയ വെളിച്ചമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെടുകയായിരുന്നല്ലോ. പക്ഷേ നിന്നുള്ള പ്രകാശം ഇതാ അനേകർക്ക് വലിയ വെളിച്ചമായി മാറിയിരിക്കുകയാണ്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു നയിച്ചവൻ്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ വെളിച്ചം വളരെ ചെറുതായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ചെറിയ വെളിച്ചം മറ്റൊരു വിളക്കിലേക്ക്, മറ്റൊരു തിരിയിലേക്ക് ആ വെളിച്ചം കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വെളിച്ചം കുറയുകയല്ല, മറിച്ച് ആർക്കാണോ അത് പകരപ്പെട്ടത് അവർക്കും കൂടെ ആ വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യേശുനാഥൻ അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. നീതിയുടെ പ്രകാശമായ ആ സൂര്യനിൽ നിന്നും വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ചന്ദ്രൻ നിലാവ് കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മിൽ ലഭിച്ചിരിക്കുന്ന വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടെ ആ വെളിച്ചം നമ്മിൽ തന്നെ ഒതുക്കി നിൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മിൽ തന്നെ അത് നിന്നു കഴിഞ്ഞാൽ അതിനെ മുന്നോട്ടുള്ള പ്രയാണമില്ല. ഒരുപക്ഷെ അത് കെട്ടുപോയാൽ പിന്നീട് അതിൽ നിന്ന് ആർക്കും ഒരു ഉപകാരം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ ആർക്കെങ്കിലും ആ വെളിച്ചം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം പകർന്ന് അനേകർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പലസ്തീൻ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു തടാകമുണ്ട്, ഗലീല തടാകം. ആ തടാകത്തിന് 3 പേരുകൾ പറയാറുണ്ട്. തിബെരിയോസ് കടലെന്നും ഗലീല കടലെന്നും അതിനെ പേര് വിളിക്കാറുണ്ട്. എന്നാൽ ആ തിബെരിയോസ് കടൽ അല്ലെങ്കിൽ ഗലീല കടൽ എന്ന് വിളിക്കുന്ന ആ ജലതടാകം അതിനെ സമ്പുഷ്ടമാക്കുന്നത് യോർദാനിലെ വെള്ളമാണ്. യോർദാനിലെ വെള്ളം ഒഴുകി വന്ന് ആ ഗലീല കടൽ പതിക്കുന്ന അവസരത്തിൽ, ആ തിബെരിയോസ് തടാകത്തിൽ അത് വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ കെന്നസരത്ത് തടാകത്തിൽ വരുന്ന അവസരത്തിൽ അനേക ജീവജാലങ്ങൾക്ക് വസിക്കാനായിട്ട് വലിയ ഒരിടമായി തീരുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ജല സ്രോതസ്സിൽ ഇത്ര നല്ല മത്സ്യം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഗലീല കടലിലേക്ക് വരുന്ന ആ വെള്ളം, യോർദാന്റെ നല്ല വെള്ളം അവിടെ വന്ന് അവിടെ നിന്നും അത് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അവിടെ വിവിധ തരം മത്സ്യങ്ങളൊക്കെ അവിടെ വസിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്നുണ്ട് 153 തരം മത്സ്യത്തെ പിടിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. അന്ന് അറിയപ്പെടുന്ന എല്ലാത്തരം മത്സ്യങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കുവാനായിട്ട്. അത്രയേറെ മത്സ്യമ്പത്തുള്ള ആ തടാകത്തിന് ലഭിക്കുന്ന അതേ വെള്ളം, യോർദാന്റെ അതേ വെള്ളം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ വെള്ളം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ പിന്നീട് ഇത് ചെന്ന് പതിക്കുന്നത് ഒരു കടലിലേക്കാണ്. ഡെഡ് സീ എന്നാണ് ആ കടലിൻ്റെ പേര്, ചാവുകടൽ. അവിടെ മത്സ്യങ്ങൾ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഗലീല കടലിൽ നിന്നും വരുന്ന ആ വെള്ളം സ്വീകരിക്കുമെങ്കിലും ആർക്കും ഷെയർ ചെയ്യാത്തതുകൊണ്ട് അവിടെ തന്നെ അത് അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ ഗലീല കടലിൻ്റെ അനുഭവമല്ല, ചാവുകളുടെ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട്
ദയവ് ചെയ്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരട്ടെ. അങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായും സ്വർഗീയ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നമുക്കുള്ളത് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്, നമുക്കുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു നയിച്ചവൻ്റെ സൽഗുണം ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകാം. അതിനെ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.